നമസ്കാരം. റാന്തലിലേക്ക് സ്വാഗതം. ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളിയിൽ 1895 ജനിച്ച ജിത്തു കൃഷ്ണമൂർത്തി ലോകമെങ്ങും സ്വാധീനമുള്ള ദാർശനികനായി വളർന്ന വ്യക്തിയാണ്. അന്നുവരെ നിലവിലുണ്ടായിരുന്ന ദർശനങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അതീതമായ ഒരു ജീവിത രീതി ചൂണ്ടിക്കാട്ടുക വഴി ജീവിതത്തിന് പുതിയൊരു അർത്ഥവും ഉള്ളടക്കവും നൽകുവാൻ അദ്ദേഹം പരിശ്രമിക്കുകയുണ്ടായി. മനുഷ്യനെ പൂർണ്ണമായും നിരുപാധികമായും മുക്തനാക്കുക എന്നതു മാത്രമാണ് തൻ്റെ ഒരേയൊരു പരിഗണന എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ചില ചിന്തകളിലൂടെ ഒന്ന് സഞ്ചരിക്കാം. അടിസ്ഥാനപരമായി മനുഷ്യൻ മാറിയിട്ടില്ല. ജിത്തു കൃഷ്ണമൂർത്തി ഇങ്ങനെ പറയുന്നു: മനുഷ്യൻ ലക്ഷോപലക്ഷം കൊല്ലങ്ങളായി എന്തായിരുന്നുവോ അതാണ് ഇന്നും. ഭയങ്കരമായ അത്യാർത്തി, അസൂയ, അക്രമം, സ്പർദ്ധ, ഉത്കണ്ഠ, നിരാശ, ഇടയ്ക്കുമാത്രം കാണുന്ന സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും മിന്നലാട്ടങ്ങൾ, നാം വെറുപ്പിൻ്റെയും ഭീതിയുടെയും മാന്യതയുടെയും വിചിത്രമായ മിശ്രിതമാണ്. നാം ഒരേ സമയം അക്രമവും സമാധാനവുമാണ്. കാളവണ്ടിയിൽ നിന്നും ജെറ്റ് വിമാനത്തിലേക്ക് ബാഹ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട്, എന്നാൽ മാനസികമായി വ്യക്തി ഒട്ടും തന്നെ മാറിയിട്ടില്ല. 2. നിങ്ങൾ എന്തോ അതാണ് നിങ്ങൾ. മറ്റൊരാൾ പറയും പോലെ പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളെന്നും ഒരു രണ്ടാം തരക്കാരനായിരിക്കും. ആദ്യമായി എല്ലാ പ്രമാണങ്ങളെയും നിരാകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? തലമുറകളായി നിങ്ങൾ നെഞ്ചിലേറ്റി നടന്ന തെറ്റായ ഒന്നിനെ നിരാകരിക്കുമ്പോൾ, ഏതെങ്കിലും തരത്തിലുള്ള ഭാരം വലിച്ചെറിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഊർജം സിദ്ധിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ ത്രാണിയും ഉത്സാഹവും ശ്രദ്ധയും ഓജസ്സുമുണ്ടാകുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ ഭാരം വലിച്ചെറിഞ്ഞിട്ടില്ല. വിശ്വാസ പ്രമാണങ്ങളുടെ നിർജീവ ഭാരം നിങ്ങൾ ത്യജിച്ചിട്ടില്ല എന്നാണർത്ഥം. ഇന്നലകളെ ഉപേക്ഷിക്കുക. ഇന്നലെ നിങ്ങൾക്ക് ഒരു അനുഭവമുണ്ടായി. അത് നിങ്ങളെ എന്തോ പഠിപ്പിച്ചു. നിങ്ങൾ പഠിച്ചത് ഒരു പുതിയ പ്രമാണമായി മാറി. ഇന്നലത്തെ പ്രമാണവും 1000 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പ്രമാണവും ഒരേപോലെ തന്നെ വിനാശകരമാണ്. നമുക്ക് നമ്മെ മനസ്സിലാക്കാൻ ഇന്നലത്തെയോ 1000 കൊല്ലം മുമ്പത്തെയോ പ്രമാണങ്ങളൊന്നും ആവശ്യമില്ല. കാരണം നാം എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന, പ്രവഹിച്ചുകൊണ്ടിരിക്കുന്ന, വിശ്രമിക്കാത്ത ജീവനുള്ള വസ്തുവാണ്. ഇന്നലത്തെ മൃതപ്രമാണങ്ങൾ വെച്ച് നമ്മെ തന്നെ നോക്കുമ്പോൾ നമുക്ക് ഈ ചൈതന്യ പ്രവാഹത്തെയോ അതിൻ്റെ സൗന്ദര്യം, ഗുണമേന്മ എന്നിവയെയോ മനസ്സിലാക്കാൻ കഴിയുകയില്ല. 4. ഉന്മേഷകരമായ ഒരു ദിവസത്തെ ഒരേയൊരു ദിവസമായി നേരിടുക. ഇന്നലെ രാത്രി കഠിനമായ മഴ പെയ്തു. ഇപ്പോൾ ആകാശം തെളിയാൻ തുടങ്ങുകയാണ്. ഉന്മേഷകരമായ ഒരു ദിവസത്തെ ഒരേയൊരു ദിവസമായി നേരിടുക. നമുക്കൊരുമിച്ച് യാത്ര പുറപ്പെടാം. ഇന്നലത്തെ ഓർമ്മകളെ ഉപേക്ഷിച്ചുകൊണ്ട് ആദ്യമായി നമുക്ക് നമ്മെ മനസ്സിലാക്കാൻ തുടങ്ങാം. നമ്മുടെ മനസ്സിൻ്റെ നിഗൂഢ മണ്ഡലങ്ങളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ഒരുമിച്ചുള്ള യാത്രയാണിത്. ഇത്തരം യാത്രയിൽ ഭാരമുള്ള വസ്തുക്കൾ കൂടെ കൊണ്ടുപോകരുത്. അഭിപ്രായങ്ങൾ, മുൻവിധികൾ, അനുമാനങ്ങൾ എന്നിവയുടെ ഭാരം പേറാൻ പാടില്ല. കഴിഞ്ഞ 2000 കൊല്ലങ്ങളിലൂടെ നാം സ്വരൂപിച്ചു വെച്ച പഴയ സാമഗ്രികളാണവ. നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി അറിയുന്നതെല്ലാം മറന്നുകളയുക. നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റിയുള്ള ധാരണകളും മറക്കുക. നമുക്കൊന്നും അറിയില്ല എന്ന അവസ്ഥയിൽ നാം പുറപ്പെടുകയാണ്. 5. നിങ്ങളുടെ ഗുരുവും ശിഷ്യനും നിങ്ങൾ തന്നെ. നിങ്ങൾ നിങ്ങളുടെ ഗുരുവും ശിഷ്യനുമായിരിക്കണം. മനുഷ്യൻ അമൂല്യമെന്നും ആവശ്യമെന്നും അംഗീകരിച്ചവയെ എല്ലാം നിങ്ങൾ ചോദ്യം ചെയ്യണം. ആരുടെയെങ്കിലും പിറകെ പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത്യധികം ഏകാന്തത അനുഭവപ്പെടും. ശരി, അപ്പോൾ ഏകാഗിയാവുക. ഏകാഗിയാവാൻ എന്തിനു ഭയപ്പെടുന്നു? കാരണം ഏകാഗിയാവുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിലുള്ള നിങ്ങളെ അഭിമുഖീകരിക്കുകയാണ്. നിങ്ങൾ നിസ്സാരനും ആകുല ചിത്തനുമാണെന്ന്, തുച്ഛവും ഹീനവും പഴയതുമായ സത്തയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. അതെ, നമ്മൾ മനസ്സിലാക്കുകയാണ് ആ സത്യം. വസ്തുതയെ അഭിമുഖീകരിക്കുക. അതിൻ്റെ നേരെ നോക്കുക. അതിൽ നിന്ന് ഒരിക്കലും ഓടിയകലരുത്. ഓടിയകലുന്ന നിമിഷത്തിൽ ഭയം നിങ്ങളെ പിടികൂടും. ഭയത്തിൽ നിന്നുള്ള മോചനമാണ്
എല്ലാ തരത്തിലുള്ള മോചനങ്ങൾക്കും നന്ദി കുറിക്കുന്നത്. ജിത്തു കൃഷ്ണമൂർത്തിയുടെ ചിന്തകളിലൂടെയുള്ള സഞ്ചാരം തൽക്കാലം നമുക്ക് അവസാനിപ്പിക്കാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും ഈ സഞ്ചാരം തുടരാം. താങ്ക് യു.